റിയാലിറ്റി ഓഫ് ലൈഫ്, ജീവിത യാഥാർത്ഥ്യങ്ങൾ. അതായത് ഒരു പച്ചയായ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, അതിൻ്റെ വേദനയിൽ നിന്നും ഓരോ പാഠങ്ങൾ, ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ, അതിൻ്റെ ആ വേദനയിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നമുക്ക് പ്രചോദനമായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മളുടേതായ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും സൊസൈറ്റിയുടെ അഡ്വൈസിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ അവരുടെ അഡ്വൈസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യും. കാരണം ആ അഡ്വൈസ് തരുന്ന ആളുടെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ അനുഭവിച്ച ആ അത്രയും കാര്യങ്ങളെ അത്രയും അവബോധം പോലും അവർക്കുണ്ടാവില്ല. അവർ അവരുടേതായ കുറേ അഡ്വൈസ് തരുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അവർ പറഞ്ഞത് കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന അഡ്വൈസ് അനുസരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സൊസൈറ്റിക്ക് നമ്മളോട് ഒരു ഇഷ്ടമില്ലായ്മ വരും, അല്ലേ? ആളുകൾ നമ്മളെ വെറുക്കാൻ തുടങ്ങും. കാരണം അവരുടെ കൺട്രോളിലല്ലാതെയായി നമ്മൾ മാറുമ്പോഴാണ് ആളുകൾ നമ്മളെ വെറുക്കാൻ തുടങ്ങുന്നത്. എപ്പോഴും മറ്റുള്ള ആളുകൾക്ക് എന്താണ്, അവർ പറയുന്നത് നമ്മൾ കേൾക്കുക, അവരുടെ ഉപദേശങ്ങൾ കേൾക്കുക, അതിനനുസരിച്ച്. പ്രത്യേകിച്ച് കുറച്ച് ചെറിയ ആളുകളാണെങ്കിൽ, പക്ഷേ അവർക്ക് അനുഭവങ്ങളുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ആളുകളാണെങ്കിൽ അവർ ഒരിക്കലും അവർ അഡ്വൈസ് കേൾക്കുക എപ്പോഴും എന്തായിരിക്കും, അവർക്ക് അവരുടെ റേഞ്ചിലുള്ള ആളുകളിൽ നിന്നുള്ള അഡ്വൈസേ കേൾക്കുള്ളൂ. ഒരിക്കലും അവരെക്കാൾ കുറഞ്ഞ ലെവലിൽ, ലോ ലെവലിൽ ചിന്തിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ജീവിത നിലവാരത്തിലുള്ള അവരുടെ ജീവിത നിലവാരം വെച്ചിട്ട് അവർ വാല്യൂ ചെയ്തിട്ട് ആ വാല്യൂ ഉള്ള ആളുകളിൽ നിന്നുള്ള അഡ്വൈസ് മാത്രമാണ് അനുഭവമുള്ള ആളുകൾ എടുക്കുള്ളൂ. എപ്പോഴും പോസിറ്റീവായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രചോദനം നൽകുന്ന, പ്രോത്സാഹനം നൽകുന്ന ആളുകളിൽ നിന്നുള്ള ഉപദേശങ്ങൾ കേൾക്കുന്ന ആളുകൾ ആണെങ്കിൽ അവരൊരിക്കലും എല്ലാ ആളുകളെയും കേൾക്കാൻ നിൽക്കില്ല. ആളുകൾക്ക് എപ്പോഴും എന്താണ് വേണ്ടത്, അവരെ അനുസരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നമ്മൾ നിൽക്കുന്ന ആളുകൾക്ക് നമ്മളുടെ ബെസ്റ്റ് ഒന്നും അവരുടെ ബെസ്റ്റ് നമ്മൾ ആയിക്കോളണമെന്നൊന്നുമില്ല. അവരുടെ ആവശ്യം എന്താണ്, അവർക്ക് എപ്പോഴാണ് നമ്മുടെ ആവശ്യം വരുന്നത്, നമ്മൾ ഒരു ഉപകാരിയാകുന്ന സമയത്ത് മാത്രമാണ് ആളുകൾക്ക് നമ്മളെ ആവശ്യമുള്ളൂ. അത് നമ്മൾ പണം കൊണ്ടായിക്കോട്ടെ, മറ്റു വസ്തുക്കൾ കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ആൾ എന്ന നമ്മളുടെ ഒരു നമ്മൾ മാത്രം, അല്ലെങ്കിൽ ഒരു വ്യക്തി കൂടെ നിൽക്കേണ്ട ആവശ്യങ്ങൾ സമയത്ത് മാത്രമാണ് ആളുകൾക്ക് നമ്മളെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ നമ്മളെ മറക്കുന്നു. അപ്പോൾ ആളുകളുടെ കൺട്രോളിൽ അല്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരെക്കാൾ നമ്മൾ മുൻപന്തിയിലെത്തി അവർ നമ്മൾ പിന്നിലാകുന്ന സമയത്താണ് ആളുകൾ നമ്മളെ വെറുക്കാൻ തുടങ്ങുന്നത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളായിരിക്കും, നമ്മളുടെ ചിന്തകൾ കുറച്ചും കൂടെ വൈഡായിരിക്കും, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും അതെ, നമ്മളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളുടെ അറിവ്, നമ്മൾ ദിവസം നമ്മളുടെ അറിവുകൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ടിരിക്കും. ആ അറിവ് നമ്മൾക്കാണ് ഉണ്ടാവുള്ളൂ. ഒരിക്കലും നമ്മളെ കൂടെയുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മളെ കൂടെ അത്രകാലം നടന്ന ഒരാളേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ തയ്യാറുള്ള ഒരാളാണെങ്കിൽ അയാൾ ഒരിക്കലും മറ്റൊരാളിൽ നിന്നുള്ള, അല്ലെങ്കിൽ അയാളേക്കാൾ താഴ്ന്ന ജീവിത നിലവാരത്തിൽ, ഫിനാൻഷ്യലി അല്ല ഉദ്ദേശിക്കുന്നത്, മെൻ്റലി വീക്കായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സുകൾ, നെഗറ്റീവ് ചിന്താഗതിയായി നടക്കുന്ന ഒരാളിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവില്ല. പക്ഷേ അവർക്ക് എന്താ തോന്നുന്നത്, എന്തുകൊണ്ട് ഇത്രയും കാലം നമ്മളെ കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് നമ്മളിൽ മാറ്റം വരുമ്പോൾ അത് നമ്മളെ മൈൻഡ് സെറ്റ് മാറിയതാണെന്നുള്ളത് ആൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റ് മാറി നമ്മൾ കുറച്ചും കൂടെ ഗ്രോത്തായി, നമ്മളുടെ ചിന്താഗതികൾ വളർന്നു, നമ്മുടെ ജീവിത രീതി വളർന്നു, നമ്മൾ മൊത്തത്തിൽ മാറാൻ തുടങ്ങുമ്പോൾ ഈ മറ്റ് സമൂഹത്തിലുള്ള വ്യക്തികൾക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള, അവരുടെ റേഞ്ചിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ല. ആ റേഞ്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ എപ്പോഴും എന്താണ്, നമ്മളെക്കാൾ ഉയർന്ന റേഞ്ചിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെക്കാൾ അനുഭവമുള്ള ആൾക്കാരിൽ നിന്ന്, ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നും ഉപദേശങ്ങൾ കേൾക്കാനും അവരെ ഫോളോ ചെയ്യാനുമായിരിക്കും നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ആളുകൾക്ക് നമ്മളോട് വെറുപ്പ് വരും. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ആളുകൾ നമ്മളെ വെറുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് അത് നമ്മളുടെ തെറ്റുകൊണ്ടല്ല, നമ്മളുടെ ലെവൽ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് ജീവിത രീതി മാറിയിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ ആളുകൾ നമ്മളെ വെറുത്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മൾ ഉയരത്തിലെത്തി, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാം. ആ ഗ്രാഫ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ് ആളുകൾക്ക് നമ്മളോടുള്ള അകൽച്ച അറിയാം. നമ്മളുടെ അത്രയും അടുപ്പമായി നിന്നിരുന്ന ആളുകൾ നമ്മളിൽ നിന്ന് പെട്ടെന്ന് അകലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് വെറുപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മൾക്കല്ല പ്രശ്നം, അവർക്കാണ്. നമ്മൾ അവരിൽ നിന്നും മാറിയിരിക്കും, നമ്മൾ അവരിൽ നിന്നും ഉയർന്നിരിക്കും, നമ്മളുടെ ഗ്രാഫ് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് അപ്പോൾ വേണ്ടത്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ വെറുക്കുന്നു എന്നുകൊണ്ട് നമ്മൾ യാതൊരു വിഷമവും വിചാരിക്കേണ്ട. നമ്മൾ വളർച്ചയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സും തമ്മിലുള്ള ഒരു ബാറ്റിൽ എന്ന് പറയാം, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ബാറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അതിന് രണ്ടിലെയും ഇടയിൽ നിന്ന് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികളെയും മാറ്റി ഉയരത്തിൽ ചിന്തിക്കാൻ കഴിയുക, ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാണ്ട് പലതും പറയുന്നുണ്ട്, പക്ഷെ സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ സ്വയം മാറാൻ ആരും ശ്രമിക്കുന്നില്ല. എല്ലാവരും മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുക, മറ്റുള്ളവർക്ക് വഴി കാട്ടുകയാണ്. സ്വന്തം നല്ലൊരു വഴി കാണിച്ചിട്ട് വേണം നമ്മൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയാവാൻ. അങ്ങനെയുള്ളവർക്കാണ് ഒരു വഴികാട്ടിയാവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ സക്സസ് ആവുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസുകളുണ്ട്. അവർ വന്ന വഴിയിലൂടെ പഠിച്ച എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ പെയിൻ നമ്മൾ ഓരോന്നും അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര പച്ചയായ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ച ആളുകൾക്ക് നന്നായിട്ടറിയാം. അവരൊരിക്കലും വീണ്ടും പിന്നീട് അതേ തെറ്റുകൾ ആവർത്തിക്കാനോ വന്ന വഴി മറക്കുകയല്ല, പക്ഷെ വന്ന വഴിയിലേക്ക് അവർ തിരിച്ചു പോകാൻ തയ്യാറാവില്ല. പക്ഷേ ആളുകൾക്ക് എപ്പോഴും എന്താ വേണ്ടത്? വന്ന വഴി മറന്നു, ആ വന്ന വഴിയിലേക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നില്ല എന്നുള്ള ലെവലാണ് ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതല്ല, ഇനി ഒരിക്കലും ആ ഒരു വഴിയിലേക്ക് പോവില്ല എന്ന് ചിന്തിച്ച് ഉയർന്ന വഴിയിലേക്ക് പോകുമ്പോഴാണ് ആളുകൾക്ക് നമ്മളോട് വെറുപ്പ് വരുന്നത്. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. നമ്മൾ ഉയർച്ചയിലാണെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ആളുകൾക്ക് നമ്മളോടുള്ള വെറുപ്പ്. അപ്പോൾ അതിനെ കാര്യമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളുടെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൈലബിലിറ്റി കുറയും. നമ്മൾ മറ്റുള്ളവരോട് അധികം നമ്മളുടെ സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കില്ല. അത് മനഃപൂർവ്വമല്ല, അതായത് നമ്മുടെ സമയത്തിന് വാല്യൂ കൽപ്പിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ കാര്യങ്ങൾക്കാവും. നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ ടൈം വേസ്റ്റിംഗ് നമ്മൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ അവൈലബിലിറ്റി അവിടെ കുറയും. നമ്മൾ വാല്യുബിൾ ആയി കഴിഞ്ഞാൽ നമ്മളുടെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതും മറ്റുള്ള ആളുകൾക്ക് നമ്മളോടുള്ള വെറുപ്പിന് ഇടയാവും. കാരണം എപ്പോഴും നമ്മളെ കൂടെയുള്ള ആൾക്കാർ ഇപ്പോൾ കണ്ടാൽ മിണ്ടുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്നില്ല, നമ്മുടെ സമയം അവർക്കായി നീക്കി വെക്കുന്നില്ല എന്നൊരു തോന്നലും കൂടെ വരും. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമ്മളുടെ സമയത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അവരുടെ ബന്ധങ്ങൾ നമ്മൾ മുറിക്കുന്നില്ല, ആവശ്യത്തിന് മാത്രം. ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് നമ്മൾക്കായിരിക്കും. പ്രയോറിറ്റി എപ്പോഴും നമ്മൾക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റിയിലേ വരുള്ളൂ. അപ്പം നമ്മുടെ സമയം നമുക്ക് ഏറ്റവും നമ്മളെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് തന്നെയാണല്ലോ നമ്മൾ സമയം കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് സമയം കൊടുക്കുമ്പോഴാണല്ലോ ആളുകൾക്ക് നമ്മളുടെ സമയം അവർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് നമ്മളോട് ഇഷ്ടമാവുന്നത്. നമ്മളിലേക്ക് നമ്മളുടെ സമയം കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളോടാണ് ഇഷ്ടമാണ്, അവർക്ക് നമ്മളോട് വെറുപ്പാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗോസിപ്പൊക്കെ പറയുന്ന നമ്മൾ ആദ്യം അങ്ങനെയുള്ള ഒരു ലെവലിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഗോസിപ്പുകൾക്കും സമയം കണ്ടെത്തിയിരിക്കാം. പക്ഷെ നമ്മളുടെ ചിന്താഗതി സ്വയം നമ്മുടെ മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഗോസിപ്പുകൾക്ക് വാല്യൂ കൊടുക്കില്ല. നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതും ആളുകൾക്ക് നമ്മളോട് വെറുപ്പാവും. കാരണം അവർക്ക് ഇഷ്ടം ഗോസിപ്പുകൾ പറയുന്ന ആളുകളെയാണ്. ഒപ്പം നമ്മൾ അവരൊപ്പം പറയാൻ കൂടണം, നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചും അവർക്ക് പറയണം എന്നുള്ള ആ ഒരു ചിന്താഗതിയും കൂടെ വരുമ്പോൾ അവർക്ക് നമ്മളോട് വെറുപ്പാവും. അപ്പോൾ ആളുകളുടെ വെറുപ്പിനെ നമ്മളൊരിക്കലും കാര്യമാക്കണ്ടില്ല. പിന്നെ നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യണതും സ്നേഹിക്കുന്നതും ഒക്കെ എപ്പോഴും ഒരു ലിമിറ്റ് വേണം. ഒന്നും ഓവറാവരുത്. നമ്മൾ പരിധിയിൽ കൂടുതൽ ഒരാളെ വിശ്വസിക്കുമ്പോൾ, പരിധിയിൽ കൂടുതൽ ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ഹേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാത്തിനും ബൗണ്ടറി ഉണ്ടാക്കുക. നമ്മളുടെ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലപ്പുറത്തേക്ക് കടക്കാതിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ഫീലിങ്സ് വരും. അപ്പോൾ മറ്റുള്ളവരുടെ നമുക്ക് ആ ട്രസ്റ്റ്, അതായത് നമ്മൾ ഒരുപാട് ഒരാളെ വിശ്വസിച്ച് അയാളിൽ നിന്ന് നമുക്കൊരു അതായത് നമ്മളതിനെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അയാൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അത് തന്നെയാണ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ അതാണ് പറയണത്, ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ പെയിൻഫുള്ളാണെങ്കിൽ പിന്നീട് ഒരിക്കലും ആ വഴിയിലേക്ക് പോവില്ല. അപ്പോൾ വീണ്ടും ആ വഴിയിലേക്ക് പോകണമെന്നായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടാവുക.
നമ്മളത് ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കും നമ്മളതിനെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാതിരിക്കുന്നത്. ആളുകൾ വെറുക്കാൻ അങ്ങനെയും പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കും, മാറിയിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും ആദ്യം അവരെ കൂടെ ഉറക്കെ സംസാരിക്കാൻ, അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുന്നത് ചില ആൾക്കാർക്ക് തോന്നും ഉറക്കെ സംസാരിക്കുന്നവരാണ് സ്ട്രോങ് എന്ന്. പക്ഷേ അതല്ല, ഉറക്കെ സംസാരിക്കുന്നത് സ്ട്രോങ് ആയിരിക്കും, പക്ഷേ സൈലൻ്റ് ഒരിക്കലും വീക്കല്ല. നമ്മൾ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീക്കാണെന്ന് അവർക്ക് തോന്നുന്നതാണ്. പക്ഷെ അത് നമ്മളുടെ മൈൻഡ് സെറ്റിലുള്ള മാറ്റമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ വെറുപ്പിനെ നമ്മൾ ഭയപ്പെടേണ്ടില്ല. നമ്മൾ നല്ലതാണ് ചെയ്യുന്നത്, നല്ലതാണ് പ്രവർത്തിക്കുന്നത്, നമ്മളുടെ ചിന്തകൾ നല്ലതാണെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾക്ക് ധൈര്യമായി തല ഉയർത്തി സ്ട്രെയിറ്റ് ആയിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. കാലം തെളിയിച്ചു കൊടുക്കും നമ്മളുടെ വഴി ശരിയായിരുന്നു എന്നുള്ളത്. കാലം തെളിയിക്കും, അന്ന് അവർ നമ്മളെ കൂടെ വന്നോളും. ഒരിക്കലും നമ്മൾ അവരെ ഫോളോ ചെയ്ത് അവരെ വഴിയിൽ പോവാതിരിക്കുക. നമുക്ക് നമ്മുടെ വഴി നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് നല്ല വഴിയാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ആ വഴിയിലൂടെ പോവുക. ബാക്കിയുള്ള എന്ത് കമൻറ്റിനെയും അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബി ഹാപ്പി, ബി സ്ട്രോങ്, ബി പവർഫുൾ ലൈക്ക് മീ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.